ഒരു യുദ്ധം പോലും പ്രഖ്യാപിക്കാതെ, ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആകെ ഒന്നടങ്കം ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കാൻ ചൈനയ്ക്ക് സാധിക്കുമോ? കേൾക്കുമ്പോൾ അസാധ്യമായിട്ടൊക്കെ തോന്നും. എന്നാൽ അതിർത്തിയിൽ നിശബ്ദമായി ചൈന ഒരുക്കുന്ന ഒരു മഹാവിപത്തിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അരുണാചൽ പ്രദേശിന്റെ അതിർത്തിയിൽ നിന്ന് വെറും 50 കിലോമീറ്റർ മാത്രം അകലെ ഹിമാലയൻ മലനിരകളെ കീറി മുറിച്ച് ചൈന നിർമ്മിക്കുന്നത് ഒരു അണക്കെട്ടല്ല, ഇന്ത്യയുടെ കഴുത്തിന് നേരെ നീളുന്ന ഒരു വാട്ടർ ബോംബാണ്. അതെ, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അതിർത്തിക്കപ്പുറം ഒരു മഹാദുരന്തത്തിന് ചൈന തറക്കല്ലിട്ട് കഴിഞ്ഞു. വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ജീവനാഡിയായ ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്ക് പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ചൈന ചതുരംഗപ്പലകയിലെ ഏറ്റവും അപകടകരമായ നീക്കം നടത്തിക്കഴിഞ്ഞു. എന്താണ് ചൈനയുടെ യഥാർത്ഥ ലക്ഷ്യം? കേവലം വൈദ്യുതി നിർമ്മാണമാണോ? അതോ ഇന്ത്യയെ മുട്ടുകുത്തിക്കാനുള്ള അത്യാധുനിക നയതന്ത്ര യുദ്ധമുറയാണോ? ഈ ഭീമൻ നിർമ്മിതിയിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനാണ്. ഈ ചൈനീസ് കെണിക്ക് മുന്നിൽ ഇന്ത്യ അടിയറവ് പറയുമോ? അതോ ചൈനയെ ഞെട്ടിക്കുന്ന തിരിച്ചടി ഇന്ത്യ ഒരുക്കുന്നുണ്ടോ? കൃത്യമായ ഡാറ്റകളോടെ ഞെട്ടിക്കുന്ന ആ രഹസ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ പദ്ധതിയുടെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തത്രയും ഭീമാകാരമായ പ്രൊജക്റ്റാണിത്. ഏകദേശം $170 ബില്യൺ, അതായത് ചൈനീസ് കറൻസിയിൽ പറഞ്ഞ 1.2 ട്രില്യൺ യുവാൻ ചെലവഴിച്ചാണ് ചൈന ഈ മെഗാ ഡാം നിർമ്മിക്കുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നില ഏതാണെന്നറിയോ? അത് ചൈനയിലെ തന്നെ 3 ഗോർജസ് ഡാം ആണ്.